ഹലോ, ബീച്ചിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി കാടമുട്ട മസാല എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് വൈകുന്നേരം നല്ല ചൂട് കട്ടൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കാടമുട്ട ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ 15 കാടമുട്ടയാണ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയേക്കാൾ അല്പം കൂടി സമയമെടുത്തിട്ടാണ് കാടമുട്ട ബോയിലായി കിട്ടുന്നത്. ഇതിലെടുക്കുന്ന പൊടികളുടെ അളവ് നോക്കി നിങ്ങൾ എത്ര കാടമുട്ടയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ കാടമുട്ട നന്നായിട്ട് ബോയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇനി ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. കാടമുട്ട നന്നായിട്ട് ബോയിലായാൽ മാത്രമേ തൊലി നന്നായിട്ട് പൊളിച്ചെടുക്കാൻ കഴിയൂ. കാടമുട്ടയെല്ലാം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇനി മസാല ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഇരുമ്പ് ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെയായിട്ട് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് പെരുംജീരകം ഒന്ന് ചതച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മസാലയിലേക്ക് വളരെ കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ഇത്തിരി നിറം കുറവായിരിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ നുള്ള് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ മസാലക്കൂട്ട് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് തൊലി കളഞ്ഞെടുത്ത കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി കാടമുട്ടയിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ കാടമുട്ട ഇനി ഒരുപാട് നേരം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ഹാർഡായി ക്രിസ്പിയായി പോകും. മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബീച്ചിലും തട്ടുകടയിലൊക്കെ ഇട്ട് നമ്മുടെ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മുട്ട അധികം ഇഷ്ടപ്പെടാത്തവർക്കും ഈ ഒരു റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കായിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.